ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും ഭാഗവത കഥയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മൂന്നാമത്തെ സ്കന്ധത്തിലെ 26ാമത്തെ കഥയാണ്. ജയവിജയന്മാരുടെ പതനം. ഇന്ദ്രാദിദേവന്മാർ തൻ്റെ സന്താന ഭാഗ്യവാർത്ത അറിയുമോ? അറിഞ്ഞാൽ അവർ വെറുതെ ഇരിക്കില്ല. അവരെ അവർ നശിപ്പിക്കും, ഉറപ്പാണ്. ദിതിയുടെ മനസ്സിൽ ഭയം വർദ്ധിച്ചു. അവൾ ഗർഭതേജസ്സിനെ പുറത്തു കാണിക്കാതെ ഗർഭപാത്രത്തിൽ തന്നെ സൂക്ഷിച്ചു. 100 വർഷക്കാലം രഹസ്യമായിരിക്കട്ടെ, എല്ലാവരും മറന്നുപോകും. വർഷങ്ങൾ കടന്നുപോയി. ഭ്രൂണം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ദിവ്യ തേജസ് 10 മടങ്ങ് വർദ്ധിച്ചു വരുന്നു. ഭഗവാന്റെ മായാജാലം ആർക്കെങ്കിലും മറയ്ക്കാനാകുമോ? ദിവ്യ തേജസ് 1000 മടങ്ങ് ഇരട്ടിച്ചു. സൂര്യനും ചന്ദ്രനും നിഷ്പ്രഭരായിത്തീർന്നു. ദിക്കുകളിലേക്ക് ഇരുട്ട് വ്യാപിച്ചു. ദേവേന്ദ്രനും കൂട്ടരും ദേവലോകത്ത് ഒത്തുകൂടി കൂടിയാലോചിച്ചു. എന്തു വേണം? ഇന്ദ്രന്റെ നേതൃത്വത്തിൽ ദേവകൾ ബ്രഹ്മലോകം പ്രാപിച്ചു. വിവരങ്ങൾ ബ്രഹ്മാവിനെ ധരിപ്പിച്ചു. കശ്യപ പ്രജാപതിയുടെ വീര്യപ്രഭയാണ് ഇരുട്ടിനാധാരം. ബ്രഹ്മദേവന് തിരിച്ചറിയുവാൻ പ്രയാസമുണ്ടായില്ല. ജ്ഞാനഭക്തിയെ ഇല്ലാതാക്കാനോ മറയ്ക്കാനോ കാലത്തിനാകില്ല. സൃഷ്ടികർത്താവിന് ആ സത്യം അറിയാം. ബ്രഹ്മാവ് ദേവന്മാരെ സമാധാനിപ്പിച്ചു. അവരുടെ സംശയങ്ങൾ ഓരോന്നായി തീർത്തുകൊടുത്തു. കാലചക്രം പിന്നെയും ഉരുണ്ടു. അന്നൊരിക്കൽ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായ സനകാദികൾ ആകാശത്തിലൂടെ ലോകങ്ങൾ ചുറ്റി സഞ്ചരിക്കുകയായിരുന്നു. ഒരു ദിവസം അവർ വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്നു. അപ്പോൾ സർവേശ്വരനായ ഭഗവാന്റെ ഭക്തന്മാരെല്ലാം അവിടെ ആനന്ദ നൃത്തമാടി രസിക്കുകയായിരുന്നു. ഭക്തനെന്നോ ഭഗവാനെന്നോ അവിടെ വേർതിരിവില്ല. നിഷ്കാമ ഭാഗവത ധർമ്മം കൊണ്ട് എല്ലാവരും ആ സത്യസ്വരൂപനെ ആരാധിക്കുന്നു. ഭഗവാൻ ശുദ്ധ സത്വ സ്വരൂപമെടുത്ത് ആനന്ദിക്കുന്നു, ഭക്തന്മാരെ ആനന്ദിപ്പിക്കുന്നു. വൈഷ്ണവോദ്യാനത്തിലെ കരിവണ്ട് പോലും ഭഗവത് ലീലാ സ്തോത്രങ്ങൾ മൂളുന്നു. തത്തയും മയിലും കുയിലുമെല്ലാം അതേറ്റുമൂളുന്നു. കോലാഹലങ്ങളിൽ നിന്നും വിരമിച്ച് എല്ലാവരും ആനന്ദം ആസ്വദിക്കുന്നു. ഉദ്യാനത്തിലെ മന്ദാരം, മുല്ല, ഉൽപ്പലം, ചെമ്പകം, താമര, പാരിജാതം തുടങ്ങിയ ദിവ്യപുഷ്പങ്ങൾ ഭഗവാന്റെ പാദാരവിന്ദത്തിലെ തുളസീഗന്ധമേറ്റ് ബഹുമാനിക്കപ്പെട്ടപ്പോൾ സനകാദികൾ ഭഗവത് ലീലാ സ്തോത്രങ്ങൾ ഏറ്റുപാടി പുളകം കൊണ്ടു. പിതാവായ ബ്രഹ്മദേവൻ ഉപദേശിച്ചു കൊടുത്ത ബ്രഹ്മതത്വം മനസ്സിൽ നിറഞ്ഞു വിളങ്ങിയപ്പോൾ അവർക്ക് ആ രൂപം നേരിട്ട് കാണാനുള്ള ആഗ്രഹം ഇരട്ടിച്ചു. വൈകുണ്ഠത്തിലെത്താൻ സാധിച്ചതുകൊണ്ട് പരിചാരകന്മാരോടൊപ്പം ലക്ഷ്മി ദേവി തുളസിപ്പൂവ് കൊണ്ട് ഭഗവാനെ പൂജിക്കുന്നത് കാണാൻ കൂടി ഭാഗ്യം ലഭിച്ചു. എല്ലാം ഭഗവാന്റെ കൃപ തന്നെയാണ്. യോഗശക്തി കൊണ്ട് സനകാദികൾക്ക് വൈകുണ്ഠം പ്രാപിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപം ദർശിക്കുവാനുള്ള ഭാഗ്യം ലഭിക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് ഭഗവാന്റെ കാരുണ്യം തന്നെ വേണം. സനകാദികൾ വിഷ്ണുലോകത്തെത്തി. 7ാമത്തെ മതിൽക്കെട്ടിനകത്തുള്ള കൊട്ടാരത്തിലാണ് ഭഗവാന്റെ താമസം. എളുപ്പം അവിടെ കടന്നു ചെല്ലാനാകില്ല. ആദ്യം 6 ഗോപുരങ്ങൾ കടക്കണം. തന്മൂലം വൈകുണ്ഠ ലോകത്തിലെ അത്ഭുതങ്ങളിലോ കാലമേന്മകളിലോ ഒട്ടും ശ്രദ്ധിക്കാതെ വളരെ വേഗത്തിൽ 6 ഗോപുരങ്ങളും കടന്നു. എല്ലാം സ്വർണ്ണ വജ്ര നിർമ്മിതങ്ങളായിരുന്നുവെങ്കിലും 7ാമത്തേതിൻ്റെ പ്രാധാന്യം അതിനില്ലായിരുന്നു. മനോഹാരിതയും രാജകീയ പ്രൗഢിയും അതിന് കൂടും. സംരക്ഷണം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. മുൻകൂട്ടി അനുവാദം വാങ്ങുന്നവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ആ ഗോപുരദ്വാരത്തിലെ കാവൽക്കാരാണ് ജയനും വിജയനും. അവർ സന്ദർശകരെ കർശനമായി നിയന്ത്രിക്കുന്നു. പൊതുവായി മാമുനിമാർക്കും പ്രജാപതിമാർക്കും അകത്തേക്ക് കടക്കുവാൻ എവിടെയും നിയന്ത്രണമില്ല. പക്ഷേ ജയവിജയന്മാർ അതിന് നിയന്ത്രണം ഏർപ്പാടാക്കി ഇരിക്കുന്നു. അത് ഭഗവാന്റെ ഇച്ഛയായിരുന്നോ അതോ കാവൽക്കാരുടെ നിർബന്ധ ബുദ്ധിയോ? ആർക്കും അറിയില്ല. സനകാദികൾ തൊപ്പിയും വനമാലയും ആഭരണങ്ങളും അണിഞ്ഞ കാവൽക്കാരുടെ മുമ്പിൽ ചെന്നു. 2 കാവൽക്കാരും ബലവാന്മാരാണ്. വൈകുണ്ഠവേഷം വൈഷ്ണവവേഷം ധരിച്ച അവരുടെ കയ്യിൽ ഗദയുണ്ട്. ചുവന്ന കണ്ണുകളും വികസിച്ച മൂക്കും കരുത്തറ്റ ആകാരവും കാവൽക്കാരുടെ ശക്തി വെളിവാക്കുന്നു. അവരുടെ മുമ്പിൽ 5 വയസ്സുള്ള സനകാദികൾ ആരുമല്ല. നഗ്നരും ഭക്തരുമായ ആ കുട്ടികളെ ആരെങ്കിലും കണക്കിലെടുക്കുമോ? അവർ 7ാമത്തെ ഗോപുരവാതിൽ തുറക്കാൻ തുനിഞ്ഞപ്പോൾ കാവൽക്കാർ ഓടി വന്നു.
പിള്ളേർക്കിത്ര അഹമ്മതിയോ? കാവൽക്കാരൻ ചൂരലോങ്ങിയും ഉറക്കെ ആജ്ഞാപിച്ചും ബാലന്മാരെ തടഞ്ഞു. ഭഗവാന്റെ പുണ്യദർശനം തടസ്സപ്പെട്ടു. കാവൽക്കാർക്ക് ഇത്ര ധിക്കാരമോ? സനകാദികൾ കുപിതരായി വിറച്ചു. ഭക്തന്മാർക്ക് എല്ലാം നേടാൻ കഴിയുന്ന വൈകുണ്ഠത്തിൽ നീതി നിഷേധമോ? വിഗ്രഹത്തേക്കാൾ വലുതാണോ ബലിക്കല്ല്? കാവൽക്കാരുടെ അഹങ്കാരം നശിപ്പിക്കുക തന്നെ വേണം. അവരുടെ മനസ്സിൽ കാപഢ്യം നിറഞ്ഞൊഴുകുന്നു. ദർശനത്തിന് വരുന്നവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത് അറിഞ്ഞോ അറിയാതെയോ ആണെങ്കിലും ഭഗവാന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. സനകാദികൾ ബലം പ്രയോഗിച്ച് കടക്കുവാൻ ശ്രമിച്ചു. ദുഷ്ടന്മാരായ നിങ്ങൾ ഭൂമിയിൽ പിറക്കാൻ ഇടയാവട്ടെ. സനകാദികൾ കൈക്കുടന്ന നിറയെ ജലമെടുത്ത് തെളിച്ച് കാവൽക്കാരെ ശപിച്ചു. ജയവിജയന്മാർ ഞെട്ടി. ഭഗവാന്റെ ആശ്രിതരായ അവരെ സനകാദികൾ ശപിക്കുമെന്ന് അവർ കരുതിയില്ല. ബാലന്മാർ നിസ്സാരന്മാരല്ല. ഇനി ഏക പോംവഴി ശാപമോക്ഷമാണ്. കാവൽക്കാർ ബാലന്മാരെ നമസ്കരിച്ചുകൊണ്ട് യാചിച്ചു കരഞ്ഞു. ശിക്ഷ ഉചിതം തന്നെ, ഞങ്ങൾ സ്വീകരിക്കുന്നു. പാപികളാണെങ്കിലും ഞങ്ങൾക്ക് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എന്നും ഭഗവത് സ്മരണയുണ്ടാകുവാൻ അനുഗ്രഹിക്കണം. രണ്ടുപേരും പ്രാർത്ഥിച്ചു. ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് സനകാദികൾ ജയവിജയന്മാരെ അനുഗ്രഹിച്ചു. വൈകുണ്ഠനാഥൻ ലക്ഷ്മി സമേതനായി ഭക്തന്മാരുടെയും ആശ്രിത സേവകരുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഭൃത്യന്മാർക്കുണ്ടായ ദ്രോഹവും ഭക്തന്മാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും ഒഴിവാക്കുവാനും കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെടാനും ഈ വരവ് ഉപകരിച്ചു. ഭഗവത് ദർശനം കിട്ടിയപ്പോൾ സനകാദികൾ സന്തോഷിച്ചു. ഭൃത്യന്മാരോ? അവർ 3 ജന്മം കൊണ്ട് വിഷ്ണുപദം പ്രാപിക്കാനുള്ള അനുഗ്രഹവും വാങ്ങി വണങ്ങി യാത്രയ്ക്കൊരുങ്ങി. നിങ്ങൾക്ക് നന്മ വരട്ടെ. ബ്രഹ്മതേജസ് നശിപ്പിക്കുവാൻ എനിക്കാവുമെങ്കിലും ഞാൻ അതിനെ ആഗ്രഹിക്കുന്നില്ല. പണ്ട് യോഗനിദ്ര ചെയ്തുകൊണ്ടിരിക്കെ ദേവി അകത്തേക്ക് പ്രവേശിക്കാൻ വാതിൽക്കലെത്തിയപ്പോൾ അവരെ നിങ്ങൾ തടഞ്ഞു. അന്ന് കുപിതയായ ദേവി ഈ ശിക്ഷ നിങ്ങൾക്ക് വിധിച്ചിരുന്നു. അതുകൊണ്ട് നിന്ദാദോഷം വേഗത്തിൽ അനുഭവിച്ച് മടങ്ങിയെത്തുക. ജയവിജയന്മാർ ശാപം മൂലം ഗർവെല്ലാം വെടിഞ്ഞ് വൈകുണ്ഠത്തിൽ നിന്നും നിഷ്കാസിതരായി. അതുകൊണ്ട് ദേവന്മാർ അവരെ പരിഹസിച്ച് കൂകി വിളിച്ചു. അവരാണ് പിന്നീട് കശ്യപന്റെ വീര്യത്തെ പ്രാപിച്ച് ദിതിയുടെ വയറ്റിൽ പിറന്നത്. അവർ പിന്നീട് ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു എന്ന പേരുകളിൽ അധർമ്മികളും അക്രമികളും ആയിത്തീർന്നു. സനകാദികൾ നയനാനന്ദപ്രദനായ ഭഗവാനെയും വൈകുണ്ഠത്തെയും ദർശിച്ച് നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങി അവിടെ നിന്നും മടങ്ങി ഭഗവാൻ സ്വധാമത്തിലേക്കും. ഹരേ കൃഷ്ണ. ഇന്നത്തെ കഥ ഇവിടെ സമാപിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തൊരു കഥയുമായിട്ട് നാളെ കാണാം. അപ്പോൾ എല്ലാവരുടെയും രാമായണ മാസം എങ്ങനെ പോകുന്നു? എല്ലാവരും രാമായണമൊക്കെ വായിക്കുന്നുണ്ടോ? കുട്ടികൾക്കൊക്കെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഈ കഥകളും കുട്ടികൾക്ക് ഇങ്ങനെ ഇരുന്നിട്ട് കേൾക്കാനുള്ള ഒരു ക്ഷമയൊന്നും അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ മുതിർന്ന ആളുകൾ കഥകളൊക്കെ കേട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഹരേ കൃഷ്ണ.